26 വയസ്സ്. അപ്പൊ എന്റെ ഒപ്പം പഠിച്ചതും ഞങ്ങൾ ഒരുമിച്ച് നടന്നതുമാണ് പുത്തമരയിലെ ഉണ്ണി നായർ മരിച്ചില്ലേ, മൂപ്പരും ഞാനും. പിന്നെ പൂക്കാട്ടിലെ പൊന്നു പറഞ്ഞിട്ട് ആളുണ്ട്, മൂപ്പര് അങ്ങനെയുള്ള കൂട്ടരൊക്കെ ആയിരുന്നു. അപ്പൊ അവരൊക്കെ മരണപ്പെട്ടു പോയി. ഇപ്പൊ ഞാൻ മാത്രം ഒറ്റയായിട്ട് ഇങ്ങനെ നടക്കുക. അല്ല, കുറച്ചാളുകൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്, ചിലപ്പോ ഉണ്ടാവും, അതിന്റെ ഓർമ്മയില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെയും എല്ലാവരെയും കൂടെ നമ്മളൊരു സംഗമം വെക്കുന്നുണ്ട് നമ്മുടെ LP സ്കൂളിൽ തന്നെ. അത് നവംബർ 9-ാം തീയതിയാണ്. എന്തായാലും അന്നങ്ങടെ എത്തണം. എനിക്ക് അറിയേണ്ടത് അന്നുണ്ടായിരുന്ന അധ്യാപകർ പഠിപ്പിച്ചിരുന്ന ആരെങ്കിലും ഓർമ്മ? അന്ന് വർഗീസ് മാഷ്, ലാസർ മാഷ് പറഞ്ഞിട്ടൊരു നല്ല ഹൈറ്റില് നമ്മുടെ പഞ്ചായത്തിൽ പണിയിരുന്നില്ലേ ജോസിന്റെ അച്ഛനെ മാഷ്. പിന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ടീച്ചറുടെ പേര് കാതറിൻ ടീച്ചറാണോ? ടീച്ചറിനാട്ടിലൊക്കെ പ്രായമുള്ള ടീച്ചർ. അതിന് തന്നെ തോന്നുന്നുണ്ട്. അതൊന്നും പിന്നെ ഈ ക്രിസ്ത്യാനി തന്നെ ആയിരുന്നു ടീച്ചറ്. അപ്പൊ അങ്ങനെ 2-3 മാഷന്മാരൊക്കെ ഓർമ്മ ഉണ്ട്. അന്ന് 4-ാം ക്ലാസ് വരെ ഉള്ളൂ, അല്ല 6-ാം ക്ലാസ് വരെ. 6-ാം ക്ലാസ് വരെയാണ് അവിടെ ഉണ്ടായിരുന്നത്. 6-ാം ക്ലാസ്സിൽ 6 മാഷേ ഉള്ളേ. ഇന്നത്തെ മാതിരി ഒരു ക്ലാസ്സിന് മാഷ് അങ്ങനെയൊന്നും ഇല്ല. 6-ാം ക്ലാസ്സിൽ 6 മാഷേ ഉള്ളൂ. ഉച്ച 10 മണിക്ക് തൊട്ട് 4 മണി വരെ മക്കളെ പഠിപ്പിക്കൽ ഈ ഒരു മാഷ് തന്നെയാണ്, ഒരാള്. അല്ലാതെ ഈ പിരിഡിന് ആള് മാറലൊന്നും ഇല്ല. ഇന്നിപ്പോ ഒരു ബില്ല് കഴിഞ്ഞാൽ വിഷയം മാറിയപ്പോ വേറൊരു മാഷ് വരില്ല. അത് അന്ന് വേറൊരു ടീച്ചറെ മാഷ് വരില്ല. ഇപ്പൊ അന്നില്ല, ഒറ്റ ആളെ ഉണ്ടാവുള്ളൂ. അല്ല, ലാസർ മാഷ്, വർഗീസ് മാഷ്, പിന്നെ ഒരു ശർമ്മ മാഷ് ഉണ്ടായിരുന്നു. ഞാൻ 3 പഠിക്കുന്നതിന് പേര്. ആ ടീച്ചർ ഇപ്പൊ ഈ പറഞ്ഞ ടീച്ചറില്ലേ, ചാത്തമില്ല ടീച്ചറുണ്ട്, അതിന്റെ ഭർത്താവ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ടീച്ചറെ നടന. പിന്നെ ഈ ജോസ് മാഷ് ഉണ്ടായിരുന്നില്ലേ, ജോസ് മാഷിന്റെ അമ്മ കാതറിൻ ടീച്ചർ. അപ്പൊ അവര് ആ ടീച്ചർ ഞാൻ പഠിക്കുന്ന കാലത്തുള്ള ടീച്ചറാണ്. അന്നൊക്കെ നല്ല പടിയും കിട്ടും. വർഗീസ് മാഷ് മറ്റേ മാഷന്ന് പടി മേടിച്ചിട്ട് അടിക്കുക, മൂപ്പര് പടിയൊന്നും ഉണ്ടാക്കില്ല. വർഗീസ് മാഷ് പറഞ്ഞാല് നല്ല വട്ടം ഇച്ചിരി കോല് ഇങ്ങനെ ചെത്തി ഒഴിഞ്ഞിട്ട്, ഇതിനാട്ടിലും ലേശം വണ്ണം കുറവുള്ള ഇങ്ങനെ ചെത്തി ഒഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് അടിക്കേണ്ട സമയം വന്നാൽ മേസറിൽ നിന്നും എടുക്കുള്ളൂ, അതേവരെ പുറത്തൊന്നും പോകില്ല. പിന്നെ ഒരടി അടിച്ചിട്ട് കാലിലവിടെ ഒരു മുറി ഉണ്ടായിരുന്നു, അതിന് ചോര പോയിട്ട് കുറേ ചോര വരും. അവസരം ഇട്ടുണ്ടെങ്കിൽ അവസരത്തെ ചോര അടിച്ചോളൂ. കുപ്പായൊക്കെ ഉണ്ടായിരുന്നു ഷർട്ട് ഉണ്ടായിരുന്നു, ഓലക്കുട ഉണ്ടായിരുന്നു. ഇല്ല, ഓലക്കുട. അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഈ ഓലക്കുട കാൽക്കുടയും കൂടിയിട്ടാ വരും. അല്ലാതെ ഇന്നത്തെ മാതിരി ശീലക്കുട ഇല്ല. അതെ അല്ലേ. ഈ അന്ന് ഭക്ഷണമൊക്കെ ഭക്ഷണമൊന്നും ഇല്ല അവിടെ, ഇല്ല, ഒരു സാധനമില്ല. അന്ന് ഉച്ചാകുമ്പോ ബെല്ലടിച്ചാ പോകും. പിന്നെ മതപ്പുള്ളിക്ക് പായു എന്തിന് അവിടെ ഈ കിഴക്കാരമണത്തിലൊരു പറക്കിയ തൂക്കുണ്ട്, അതില് പറക്കിയാതെ തിന്നാം വേനൽക്കാലത്ത്. ആ പറക്കിയാതെ തിന്നും. പിന്നെ കണിയാട്ടിലൊരു കൃഷ്ണൻ പേര് പറഞ്ഞൊരാളുണ്ടായിരുന്നു, മൂപ്പരുടെ അമ്മ എന്താ നാണിന്ന് എന്താണ് അതിന്റെ ഒരു സംഭാരം പാർട്ടിയുണ്ടാവും ആ പോസ്റ്റ് ഓഫീസ്, പഴയ പോസ്റ്റ് ഓഫീസ്. ഒരു സംഭാരം പാർട്ടി അതും കുടിച്ചു. അങ്ങനെ 2 വർഷം. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ പാൽപ്പൊടി കൊടുക്കില്ല, പാൽപ്പൊടി വന്നിട്ട്. അതെവിടെയായിരുന്നു? സ്കൂളിൽ തന്നെ പാൽപ്പൊടി കലക്കിട്ട് പാല് കാച്ചിട്ട് കൊടുക്കില്ല. പിന്നെ അവിടുന്ന് പിന്നെ ഞാനൊക്കെ പോന്നതിന്റെ ശേഷം കുറെ കഴിഞ്ഞിട്ടാണ് ഈ കഞ്ഞിയും ചോറൊക്കെ ആയത്. അച്ചാച്ചൻ പഠിക്കുന്ന സമയത്താണോ സ്വാതന്ത്ര്യം കിട്ടണത്? സ്വാതന്ത്ര്യം കിട്ടേണ്ട കാരണത്തൊക്കെ നല്ല ഓർമ്മയില്ല. സ്വാതന്ത്ര്യം എന്റെ മുമ്പ് കിട്ടിയില്ല.
സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10-15 കൊല്ലമായിട്ടുണ്ട്. 47-ലാണല്ലോ കിട്ടുന്നത്. അതിന്റെ മുമ്പൊക്കെ ഞാൻ പഠിക്കണ്ട്. ആ ഈ കൃഷിപ്പണി തന്നെയാണ്. ഞാൻ വേറെ ഇത് കൃഷിപ്പണി തന്നെയാണ് ചെയ്തത്, വേറെ പണിയൊന്നും ചെയ്തു. അന്ന് താമസിച്ചിരുന്ന എവിടെയായിരുന്നു? താമസിച്ചിരുന്ന ഞങ്ങളുടെ വീട് ഇവിടെ തന്നെ. അപ്പുറത്ത് ആദ്യക്കുണ്ടായിരിക്കും ഓർമ്മക്കുമ്പോ എന്റെ വീട് നമ്മളെ പിന്നെ കൃഷ്ണമുട്ടില്ലേ, ഓഡിറ്ററാകന്റെ അതിന്റെ കൃഷ്ണമുട്ടി, അതിന്റെ വടക്കോറൊരു ഭാഗം അതിലൊരു നെടുമ്പരയും കെട്ടിയിട്ട് അതിലായിരുന്നു. അന്നൊക്കെ നെടുമ്പരല്ലേ ഉള്ളൂ, അല്ലാതെ മറ്റേ ചാത്തന്നൂർ അങ്ങാടി ഉണ്ടായിരുന്നു അന്ന്. ചന്ത ഉണ്ടായിരുന്നു അന്ന് അല്ലേ? ചന്ത മഹാദൂറായിട്ടല്ലേ നടത്തി. വലിയ എന്തായിരുന്നു അത്? ആ ഓർമ്മ ഉണ്ട്? ആ ചന്തേനെ കുറിച്ച് ഓർമ്മ ഉണ്ടോ? എന്തൊക്കെയാ ഓർമ്മ ഉള്ളത്? അതില് പിന്നെ എല്ലാ സാധനം വരും. മീന്, ഇറച്ചി, പിന്നെ പോത്തിന്റെ കച്ചവടം, ആടിന്റെ കച്ചവടം, എല്ലാ കച്ചവടം ഉണ്ടാവും. പിന്നെ തിരുത്താലിന് പല മുസ്ലിം വരും മീനും ഇറച്ചിയൊക്കെ വെക്കാൻ. ആഴ്ച തിങ്കളാഴ്ച നല്ല എല്ലാ സാധനവും വന്നു വരും അവിടെ. ചട്ടി, കലം, പിന്നെ വിൽക്കേണ്ട സാധനം, വാങ്ങേണ്ട സാധനം ഒക്കെ അവിടെ വരും. ഈ കുളമുട്ട്, പിന്നെ വറിങ്കണ്ടി, പിന്നെ കാഞ്ഞിരക്കുരു, മരട്ടിക്കുരു, ഇതൊക്കെ അവിടെ അന്ന് വിറ്റിരുന്ന സാധനമാണ്. കാഞ്ഞിരക്കുരു, മരട്ടിക്കുരു ഇപ്പൊ വിൽക്കലില്ല, കുളമുട്ട വിൽക്കലില്ല തോന്നുന്നുണ്ട്. ഇപ്പൊ വറിങ്കണ്ടി അന്ന് വിറ്റി ഇപ്പൊ വിൽക്കുന്നുണ്ട്. അടക്ക തൊട്ട് വെറ്റിലും പകലും ചുണ്ണാമ്പും എല്ലാം വരും. ചുണ്ണാമ്പ് വരുന്നൊരു കൊല്ലത്തിൽ കൊണ്ടുവരും. അത് ഇത്ര നീറ്റാത്തും ഉണ്ടാവും. അത് പൊരിഞ്ഞിട്ട് പിന്നെ നീറ്റിയ ചുണ്ണാമ്പുണ്ടാവും. അത് നമ്മൾ ചെന്നാൽ നമുക്ക് ഒരു തട്ടുകമാര് സാധനം ഉണ്ടാവും, കൊണ്ട് കോരിട്ട് ഇലയിലിട്ട് പൊരിഞ്ഞിരും. അല്ല വിത്തളാണെങ്കിൽ പൊരിഞ്ഞിട്ടുണ്ടാവും, എന്നെ പൊതിരിട്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ഇല്ലാത്തൊരു സാധനം ഉണ്ടായിരുന്നില്ല. പൈസ തന്നെയല്ലേ കൊടുക്കുക? അത് പൈസ നെല്ലൊക്കെ കൊടുക്കും സാധനത്തിന്. നെല്ല് കൊടുക്കുന്നവരുണ്ട്, പൈസ കൊടുക്കുന്നവരുണ്ട്. അതിനെ പറ്റി ആ ചന്തയെ പറ്റി ഒരു കവിത ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഓഡിറ്റർ രാഘവേട്ടൻ. അത് വായിച്ചിട്ടുണ്ടാവും. വായിച്ചിട്ട് പിന്നെ ഇപ്പൊ ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യം. അങ്ങനെയല്ല, കവിതയിലുള്ളതിനൊക്കെ കൂടുതൽ പറയണല്ലോ. അങ്ങനെ ഒന്നമാതിരി നാരായണചറ ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയിട്ട് എല്ലാം ഇറങ്ങിയിട്ട് കുറച്ച് അധിക കാലമായില്ലല്ലോ. കഴിച്ചല്ലേ അന്ന് ചെറിയ ഇറങ്ങാൻ പറ്റില്ല. ചെറിയ അമ്പലത്തിൽ ഇറങ്ങാൻ പാടില്ല. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത്? ആ റോഡ് വഴി കൂടെ ഒന്നും അങ്ങനെ നടക്കാൻ പറ്റില്ല. ഇങ്ങനെ ചെക്കുട്ടുളങ്ങൻ പറഞ്ഞൊരു കുളമുണ്ട് ഉണ്ട്. അതിന്റെ ഒരു വഴി ഉണ്ടായിരുന്നു, മെയിനായ വഴിയായിരുന്നു അത്. വന്നിട്ട് ചെങ്ങനാട് കയറി നേരെ പണിയാക്കി. പിന്നെ അതിങ്ങനെ ചിലപ്പോൾ കൂടെ വന്നിട്ട് നമ്മുടെ കണക്രായുണ്ട്, കണക്രായുടെ വീടിന്റെ വടക്കുറ ഇടവില്ല. ആ ഇടവിൽ കൂടെ അവിടെ ചെന്നിട്ട് ആ അച്ചായന്റെ വടിക്ക് കൂടെ അങ്ങനെ റോഡിൽ ഒക്കെ ഇടവിലുള്ള റോഡുകളില്ല. ഈ അങ്ങാടി കൂടെ റോഡ് ഉണ്ടായിരുന്നോ? അതൊന്നും ടാറിട്ടൊന്നും മണ്ണ് റോഡ്. ഏതേലും വണ്ടി കാൽവണ്ടി മാത്രമേ ഉള്ളൂ, മോട്ടോർ വാഹനങ്ങളൊന്നുമില്ല. മോട്ടോർ വാഹനം ഒരു വാഹനം. കറണ്ട് വന്നായിട്ട് ഓർമ്മ ഉണ്ട്? കറണ്ട് ഇപ്പൊ അടുത്തല്ലേ വന്നത്. അന്ന് കറണ്ട് ഒന്നുമില്ല, എവിടെ ഇല്ല. പിന്നെ കൊച്ചിന്റെ ഒരു പീടി ഉണ്ടായിരുന്നു അവിടെ, ആ മൂലകല്. ഈ മഴ ശക്തിയായ പിന്നെ പട്ടിണി തന്നെ. അതിപ്പോ തമ്പുരാനാട്ടോടെ താമസിക്കുന്നവർ, പണിയെടുക്കുന്നവർക്കൊക്കെ 2-3 ദിവസം മഴവല്ലി പറഞ്ഞിട്ട് കൊടുക്കും. എന്താ പറയാ? മഴവല്ലി. എന്താ അരി, നെല്ല്. അന്ന് ഒരു ദിവസം കൂലി എത്ര ഒരു ദിവസം 2 നല്ല കൂലിക്ക് ആ 2 മഴവല്ലിക്കും തരും. അങ്ങനത്തെ കാലങ്ങളൊക്കെ കഴിഞ്ഞു കൊടുക്കും. സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നല്ലോ അന്ന്. 6 കാലം വരെ വീട്, 6 കാലിന്റെ മുകളിലൊരു വീട്, 6 കാലം ഒരു വീട്, അങ്ങനെയാണ് കണക്ക് പറയാ. 6 കാലം ഒറ്റക്ക്. എന്നിട്ട് അതിൻ്റെ ഒരു മോന്തായം വെച്ചിട്ട് പിന്നെ 4 കാലം, എന്നിട്ട് അതിന്റെ മുകളിൽ കണ്ട് ഇറക്കി കിട്ടുക. അങ്ങനെ നെടുമ്പര എന്ന് പറയുന്നു. ഇപ്പൊ നെടുമ്പര ഇവിടെ വാണിയമ്പലത്താണ്, ആര്യങ്കാവിന്റെ അവിടെ.
നെടുമ്പര ഒരിക്കലും കാണാനില്ല. വിറക് വരെ അതും ഇല്ല ഇപ്പൊ. ഇല്ല ഇല്ല ഇല്ല. ആദ്യത്തെ വിളവറക്കൽ ചേനയാണ്. ആ അത് കുംഭമാസത്തില് പിന്നെ വെളുത്ത വാവിൻ്റെ ഒന്ന് ചേന നടും. ആ അവിടുന്ന് അങ്ങനെ കഴിഞ്ഞ പിന്നെ വിത്ത് പതുക്കാച്ചാലും പലതരം വിത്തായിരുന്നു ആ ഈ വാർത്തയിൽ. ആ ഓർമ്മ ഉണ്ടോ വിത്തിന്റെ പേരുകൾ? ആര്യങ്കാളി, കർത്താര്, കട്ടമോട്, വെള്ളരി, ചീര ഇങ്ങനെയുള്ള വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു. ആ പൊടിയനാണ് മുണ്ടകത്തിലേക്ക് വെച്ച് പേര് കൂടി ആ അതിൻ്റെ താഴെയുള്ള ഭാഷയുള്ള ഇപ്പം ആ അത് ഓരോരോ നാട്ടുകാർക്കനുസരിച്ച് ചെയ്യും. ഭരണിയാറ്റയിലാണ് ഈ കട്ടമോട മതക്കല്. എപ്പോഴാണ് കട്ടമടം വയ്ക്കുക? ഭരണിയാറ്റയില് ഭരണി ഞാറ്റുവേലയില്. അശ്വരിയും ഭരണി രണ്ട് ഞാറ്റയിലാണ് ഈ കട്ടമോട മതം. ആ ആര്യനും ആര്യങ്കളിയൊക്കെ പിന്നെ രേവതിൽ കളിക്കും. ആ രേവതി കഴിഞ്ഞിട്ടാണല്ലോ അശ്വരി. അതെ. എന്താ രേവതി കളിക്കും. പിന്നെ ആര്യങ്കാളി, കർത്താര്യൻ ഇതൊക്കെ. ഈ നിലത്ത് മറ്റേ ചേന, ചേമ്പ് ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ഉണ്ടാവില്ലേ? എല്ലാ കൃഷിയും ഉണ്ടാവും. ഇപ്പൊ മുണ്ടകത്ത് വേറുണ്ട്. ആ തിക്കാടി, കൊടിയാൻ, ആ മുണ്ടകത്ത് ഇങ്ങനെയുള്ള വിത്തുകളൊക്കെ അത് മുണ്ടകത്തിൽ മാത്രമേ ഉള്ളൂ. രണ്ടാം വള ആ ആര്യങ്കാളിയും പിന്നെ ആദ്യത്തെ വള ഇറക്കണം പറയും. ആ പിന്നെ കർത്താര്യനും. അത് ഈ കർക്കിടക മാസത്തില് കർക്കിടക ഒടുക്കാകുമ്പോ നാട് കൊടുക്കും. ആ ഇല്ല ഞാറ്റേല പറഞ്ഞൊരു ഞാറ്റേലുണ്ട്. തിരുവാതിര പുണർന്നം കഴിഞ്ഞാൽ ആയില്ലേ. ആ ഇല്ല ഞാറ്റേലയില് കരിങ്കറ നടക്കും. അതാണ് ഈ മുണ്ടകുട്ടിയും കുടിയനും നടന്നത്. ഈ രണ്ട് വിത്ത് അന്ന് പറയും. അത് കഴിഞ്ഞാ പിന്നെ ഉള്ള വിത്തുകൾ ചുറ്റാണി, ചീര, അതൊക്കെ അവിടുന്ന് പിന്നെ അത്തനാറ്റേല വരെ നടും. കന്നിമാസം കഴിഞ്ഞ് തുലാമാസം 10-ാം തീയതി വരെയൊക്കെ അന്ന് ഞാറുവത്തി കണ്ടിരിക്കണം. അപ്പോഴത്തേ കഴിയുള്ളൂ. നാട് കഴിയുക. അപ്പൊക്കെ നാടും പണി കഴിയുള്ളൂ. എന്താ വെച്ചപ്പോ ചെറുക്കപ്പാടെ ഒന്നിച്ച് പടിഞ്ഞാറ് മണത്തിൽ വരും. ആര് കാതത്തിൽപാടത്തെ കുട്ടാടംകുട്ടി പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ അത് മുഴുക്ക വരുമായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെ ഭൂമിയാണ് ഒന്നിച്ച് ഒരു സ്ഥലത്ത്. അത് കൃഷി ചെയ്ത് കഴിഞ്ഞു വരണ്ടേ.